ഒരു കറുത്ത രൂപം റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു മിന്നൽ പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി. ഇത് കറണ്ടില്ല, പിന്നെ ഒരു മനുഷ്യനും ഇല്ല അവിടെ, മനുഷ്യവാസമല്ല. രാത്രി എന്തായാലും കാട്ടുജീവികൾ, ആനകൾ സുലഭമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഉണ്ടാവും. മൊബൈൽ റേഞ്ച് ഒന്നുമില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ സുഖമല്ലേ. രാത്രി നിലാവൊക്കെയുള്ള രാത്രിയാണെങ്കിൽ പിന്നെ ഒരു സ്വപ്ന സമാനമായ ഒരു രാത്രിയായിരിക്കും. മീനുകൾ ധാരാളം ഉണ്ട്. പിന്നെ അതിന് പുറമെ ചീങ്കണ്ണികളുണ്ട് പറഞ്ഞു. അതിലൂടെ അവളെ കൈയും കാലൊക്കെ ഉയർത്തി പേടിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും സ്വാഗതം. പറമ്പിക്കുളത്തെ നയനമനോഹരമായ കാഴ്ചകളുടെ വിശേഷണങ്ങളിലൂടെയാണ് ഇബ്നു അലിക്കയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഈ ഒരു എപ്പിസോഡിലും പറമ്പിക്കുളം വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് പീസ് റേഡിയോ പ്രതിനിധിയും അതുപോലെ തന്നെ എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള ഇബ്നു അലിക്കയാണ്. ഇബ്നു അലിക്ക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മളിപ്പോഴും ഞാനിപ്പോഴും എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംബു റാഫ്റ്റിങ്ങിലാണുള്ളത്. അത് നിങ്ങൾ കണക്ട് ചെയ്തൊരു ഒരു ഒന്നൊന്നിനെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വൈഡ് കുറച്ചുകൂടി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതായത് എനിക്ക് തോന്നുന്നു യാത്രാ വിവരണത്തിൽ തന്നെ ഞാനത് വായിച്ചത് ഓർക്കുന്നത് ദാൽ തടാകത്തിലുള്ളൊരു യാത്രയിലേക്കുള്ളൊരു കോമ്പിനേഷൻ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ യാത്രയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് യാത്ര തുടങ്ങുകയാണ്, മനോഹരമായ കാഴ്ചകൾ, ആ പ്രകൃതിയുടെ വർണ്ണനെക്കുറിച്ച് പറഞ്ഞു, ആ നിശബ്ദമായ അവസ്ഥ. ആ യാത്ര എത്ര സമയം പിന്നെ നീണ്ടുപോയി? ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. ഒരു കെട്ടുവള്ളം, ഒരു ചങ്ങാടം ഒക്കെ പറയുന്നതാണ് ഈ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. കുറച്ച് മുളം കഷ്ണങ്ങൾ തലങ്ങും വിലങ്ങും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. മോട്ടർ ഘടിപ്പിച്ചിട്ടില്ല, സാധാരണ തുഴച്ചിൽക്കാരാണ്, തുഴയിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കയ്യും പിടിച്ചിട്ട് അവർ അങ്ങനെ അതിൽ കയറ്റിയിരുത്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മരങ്ങൾ കൂട്ടിക്കെട്ടി, അതാണ്. അല്ലാതെ ഒരു പ്രത്യേക സീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ കാല് നനയ്ക്കണമെങ്കിൽ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കാൻ പറ്റും, ആ ഒരു അവസ്ഥയിലാണ്. അതിൽ അവർ കയറി പിന്നെ 2 പേര് തുഴഞ്ഞ് അങ്ങനെ തീരത്തുനിന്ന് നമ്മൾ പോയി. ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ അങ്ങനെ തോന്നും നമുക്ക്. എനിക്ക് അപ്പോഴാണ് അന്ന് ഓർമ്മ വന്നത്, കാശ്മീരിൽ ദാൽ തടാകത്തിൽ ഷിക്കാരയിൽ യാത്ര ചെയ്ത പോലെ ഇങ്ങനെ ഒരു ഫീല് വന്നു. അത് പറയുമ്പോൾ കളർഫുള്ളായിരുന്നു, നല്ല കളറുള്ള, നല്ല ഭംഗിയുള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള, അതേപോലെ ഇരിക്കാൻ നല്ല പരവതാനിയൊക്കെ വിരിച്ചിട്ടുള്ളതാണ് ഷിക്കാരകൾ. അതിൽ 2-3 ആൾക്കാരൊക്കെ അതിൽ യാത്ര ചെയ്യുള്ളൂ. പിന്നെ കാശ്മീരികളുടെ ഒരു ഭംഗിയും അവരുടെ പിന്നെ വസ്ത്രങ്ങളുടെ ഒരു ശബളിമയൊക്കെ ഉണ്ടല്ലോ, അതൊരു പോഷ് ഫീലാണ് വരിക. എന്ന് വെച്ചാൽ പിന്നെ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള തുഴച്ചിൽക്കാർ ഈ വെയിലും കാടും അതിൻ്റെ അധ്വാനമൊക്കെ ആയിട്ട് കറുത്ത, അതായത് വെളുത്തതല്ലാത്ത ശരീരം, അതായത് കാടിനോട് ചേർന്ന് ലയിച്ചു പോകുന്ന മനുഷ്യനും അവരുടെ രീതികൾ, സംസാരങ്ങൾ. പക്ഷേ വളരെ ട്രെയിൻഡായിട്ടുള്ള പരിശീലനം സിദ്ധിച്ചതെന്ന് പോലെ അത്ര വളരെ മനോഹരമായിട്ടാണ് അവർ നമ്മളെയൊക്കെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ തീരം വിട്ട് അങ്ങനെ പോകുന്നു. അവരെ തുഴച്ചിൽ മാത്രം 6-7 ആളുണ്ടാവും. ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് 2 എണ്ണത്തിലാണ് അവർ കയറിയെന്ന് സംശയമുണ്ട്. അപ്പോൾ ഒരു 5-8 പേരെന്തായാലും ഉണ്ട്. രസം നമ്മുടെ സായിപ്പ് മദാമി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര അങ്ങനെ പോകുന്നു. അപ്പോൾ തീരത്ത് ഇങ്ങനെ വിട്ടപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ എൻ്റെ വൈഫിന് പൊതുവെ പേടിയാണ്, ഈ വെള്ളം പേടിയാണ്, ഇങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ കൈയൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ. അപ്പോൾ അതിൽ അവളെന്തോ ചോദിച്ചു, പിന്നെ ഇതിൽ മീനുകളൊക്കെ ഉണ്ടോന്നോ അങ്ങനത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, മീനുകൾ ധാരാളം ഉണ്ട്, പിന്നെ അതിന് പുറമെ ചീങ്കണ്ണികളുണ്ട് പറഞ്ഞു. അതിലൂടെ അവളെ കൈയും കാലൊക്കെ ഉയർത്തി പേടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ അവർ പറഞ്ഞു, ചീങ്കണ്ണികൾ ധാരാളമുള്ള ഒരു തടാകമാണിത്, പക്ഷേ മനുഷ്യരെ ആക്രമിച്ചിട്ടുള്ള ഒരു സംഗതി ഇതുവരെ കേട്ടിട്ടില്ല. ഒന്ന്, ഇഷ്ടംപോലെ മീനുകളുണ്ട്, അത് അവർക്ക് അതിനുള്ള ഭക്ഷണമുണ്ട്. പിന്നെ അവർ പറഞ്ഞ വേറൊരു സംഗതി, ഈ ചീങ്കണ്ണികൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ പുൽമേടുകളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ചില സമയങ്ങളിൽ അവർ തല മാത്രം, അതായത് തലയൊക്കെ ജസ്റ്റ് അതിൻ്റെ എൻഡിൽ അവിടെ ഇങ്ങനെ കിടക്കും.
പെട്ടെന്ന് നോക്കിയാൽ അവിടെ ആളുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തിനാ കിടക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ മാനുകൾ അവിടെ വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ ആ വരുന്നവരെ ചാടി പിടിച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ മനുഷ്യന്മാരെ പിടിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ സായിപ്പ് കുറേ സയൻറ്റിഫിക്കായിട്ട് അയാൾ വേറെ ഇവിടുത്തെ രാജ്യത്തെ പിന്നെ ചീങ്കണ്ണീൻ്റെ പേരൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്പീഷീസ് നെയിമും ജീനസ് നെയിമൊക്കെ പറഞ്ഞ് സയൻറ്റിഫിക് നെയിമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഇവിടെ ഉള്ള ചീങ്കണ്ണികൾ വേറൊരു സ്പീഷീസിൽപ്പെട്ടതാണ്, അവർ പിന്നെ സസ്യബുക്കുകളാണ് പറഞ്ഞു. വൈഫൊക്കെ ശരിക്കും അത് വിശ്വസിച്ചു തോന്നുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു, കാരണം അങ്ങനെയാണ് അയാൾ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇയാളൊരു സയൻറ്റിസ്റ്റ് ഒരു റിസർച്ച് നടത്തുന്ന ആളൊക്കെ നമ്മൾ പറഞ്ഞു നിൽക്കണല്ലോ. പിന്നെ ഞങ്ങളും പകുതി വിശ്വസിച്ചാണ് മൂപ്പർ ചിരിച്ചു. അപ്പോഴാണ് മൂപ്പർ നമ്മൾ കളിയേക്കാന്ന് മനസ്സിലാക്കി. അവിടുന്ന് ഏകദേശം എത്ര സമയമാണ് ഞാൻ ചോദിച്ചത്? ഏകദേശം പിന്നെ അരമണിക്കൂർ കൂടുതൽ. അരമണിക്കൂറിൽ കൂടുതൽ. അപ്പോൾ ഒരു 15 മിനിറ്റ് 10-20 മിനിറ്റ് അങ്ങോട്ടും പിന്നെ അതേപോലെ തിരിച്ചിങ്ങോട്ടും അല്ലേ? പിന്നെ തിരക്കൊന്നുമില്ല ആ സമയത്ത്. ഞങ്ങളോ നല്ല തണുപ്പുണ്ട്. ശബ്ദങ്ങളൊക്കെ എങ്ങനെ, മൃഗങ്ങളുടെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ കിളികളുടെ ശബ്ദങ്ങളോ അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ, അതോ സൈലന്റ് വാലിന്ന് പോലെ അങ്ങനെയൊന്നുമല്ലല്ലോ, പൂർണ്ണ നിശബ്ദത അല്ല? നമ്മൾ തടാകത്തിൽ എത്തുമ്പോൾ ഏതാണ്ട് നിശബ്ദമാണ്. ഈ പിന്നെ ഇവരുടെ ഈ തുഴയെറിയുന്നൊരു സൗണ്ട് തന്നെ ഉള്ളൂ. അത് തന്നെയുള്ളൂ. പിന്നെ വൈകുന്നേരം ഏകദേശം 5 മണി കഴിഞ്ഞ് ചെയ്തില്ലേ? അതെ. പിന്നെ വേണമെങ്കിൽ പേടിക്കേണ്ട ആൾക്കാർക്ക് ഒരു പേടിക്കാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ട്. സൈലൻ്റാണ്, അകന്നു പോകുന്ന പേടി തോന്നാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വാഹനം അങ്ങനെയുള്ളൊരു വാഹനമാണല്ലോ, 4 മരക്കഷ്ണമല്ലേ ഉള്ളൂ. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ത്രില്ലും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്നു, കരയിൽ കയറുന്നു, പിന്നെ വാഹനത്തിൽ കയറുന്നു. നമ്മുടെ പിന്നെ ബസ്സുണ്ടല്ലോ അവിടെ, മിനി ബസ്സുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിട്ട് കയറുന്നു. ഏകദേശം അപ്പോൾ ഇരുട്ട് പരന്നിട്ടുണ്ടാവില്ലേ? അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ തിരിച്ച് കയറിയപ്പോഴേക്കും സന്ധ്യയാകാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്? അവിടെ നമ്മൾ പിന്നെ തിരിച്ച് കയറുന്നു. തിരിച്ച് കയറി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ശരിക്കും തണുപ്പ് തുടങ്ങി. പിന്നെ ഒരു റോഡിൻ്റെ ഒരു എൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു കുന്ന്, 1-2 കെട്ടിടങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. റോഡ് സൈഡിൽ തട്ടുകടകളുണ്ട്. കുറച്ചും കൂടിയൊക്കെ ആൾ താമസമുള്ള ഒരു സ്ഥലമാണ്. ചായ കടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പിന്നെ നാടൻ മനുഷ്യന്മാരൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും വിവിധ ഭാഷകളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ സായിപ്പിനോടൊക്കെ വെടിക്കെട്ട് ഇംഗ്ലീഷ് പറഞ്ഞ താത്തമാരുണ്ട് അവിടെ. അല്ല, ഇവിടെ സായിപ്പന്മാർ കൂടുതൽ വരുന്നൊരു സ്ഥലമാണോ കൂടുതൽ? അത് എന്താണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് അവർ കൂടുതൽ സംസാരിക്കാൻ കാരണം? മലയാളികളല്ലാത്ത പുറത്തുനിന്ന് ആളുകൾ ധാരാളം അതുകൊണ്ടുമായിരിക്കും. പൊതുവേ സായിപ്പന്മാരില്ലാത്ത നമുക്ക് തൊലിയെടുത്ത ആൾക്കാരൊക്കെ സായിപ്പന്മാരാണല്ലോ. അതുകൊണ്ട് അവർ, പക്ഷേ എവിടെയാണെങ്കിലും അവരില്ലാത്തൊരു സ്ഥലം നമ്മൾ കാണൽ വളരെ അപൂർവമാണ്. പിന്നെ അവിടെ നമുക്ക് കൗതുകം തോന്നിയ ഒന്ന്, ഈ പറഞ്ഞ പോലെ കുരങ്ങന്മാർ വളരെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൂടി നമ്മുടെ ഒരസീട്ടൊക്കെ എങ്ങനെ പോവും. അവിടെ അവരുടെ ഒരു കലാരൂപം കാണുന്നുണ്ടായിരുന്നു, ഗോത്രവർഗത്തിൻ്റെ. അപ്പോൾ അവിടെ ഗോത്രവർഗത്തിൻ്റെ ഒരു നല്ല തോതിലുള്ള താമസം ഉണ്ടോ? അത് അവിടെ താമസമുണ്ട്. പിന്നെ പറയുന്നത് ഈ ഡാമിൻ്റെയൊക്കെ പണികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ 1, 2, 3 തലമുറകളാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരവിടെ താമസിച്ച് തുടങ്ങി മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തമിഴ് കൾച്ചറൊക്കെയാണ്, ഒരു സംസാരം കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലുള്ളത്. ആ ഡാമിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ഏത്? അവിടുത്തെ പറമ്പിക്കുളം ഡാം. ഈ ഡാം അല്ലേ അവിടെ റിസർവയർ? 3 എണ്ണത്തിൻ്റെ ഉണ്ട്. തൂണക്കടവുണ്ട്. തൂണക്കടവ് നമ്മൾ ആദ്യം കണ്ടത്, പറമ്പിക്കുളമാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ജോലിക്കായി വന്നവരുടെ 2-3 തലമുറയാണ് അവിടെ ഉള്ളത്. ഞാൻ അന്ന് പണ്ട് പോയ സമയത്ത് 1-2 ആൾക്കാരെ കാണാൻ കൊതിച്ചിരുന്നു. കാരണം 10-30 കൊല്ലം മുമ്പ് ഒരു ഭയങ്കര ഏകാന്തതയായിരുന്നു അവിടെ. ഒരു 4-5 ഫോറസ്റ്റുകാരുടെ ക്വാർട്ടേഴ്സിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പരിചയക്കാരൻ്റെ ഒരു കെയർ ഓഫിലാണ് അവിടെ താമസിച്ചത്. രാത്രിയൊക്കെ വിജനാണ്. ഒരു മനുഷ്യനെ, ഒരാളെ കണ്ടെങ്കിൽ എന്നിങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും. കാരണം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും പറ്റില്ല, കാരണം വാഹനമില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നല്ലോ. ഇവിടെ നേരെ തിരിച്ചാണ്, തിരക്കൊക്കെ ആയി. ഇപ്പോൾ പിന്നെ കടുവയെ പുലി എന്തിനും നമ്മൾ എന്തിനും തിരിച്ചു നമ്മൾ കരടിയെ കണ്ടു. ഈ ഗോത്രവർഗക്കാരുടെ പിന്നെ ഒരു സ്റ്റേജ് ഷോ പോലെ അവർ കുറച്ച് പാട്ടും കുറച്ച് ആട്ടമൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം. അത് ഈ ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് അവരങ്ങനെ അത് പ്രത്യേകം ചെയ്യുന്നതാണ്. അതെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് അർത്ഥമൊന്നും മനസ്സിലാവില്ല. പ്രാദേശികളുടെ ഒരു ഉപകരണം കൊട്ടുന്നുണ്ട്, അവരങ്ങനെ ഒരു പാട്ടും പാടുന്നുണ്ട്. അവരങ്ങനെ ലയിച്ചതിലിങ്ങനെ പാടി
കുറേ ആൾക്കാർ അത് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റൊന്നുമില്ല, എമർജൻസി ലൈറ്റൊക്കെ കത്തിച്ചിട്ടാണ് അവർ സ്റ്റേജിൽ ലൈറ്റും സംവിധാനമൊക്കെ ഒരുക്കുന്നത്. അതേപോലെ പുറത്തിരിക്കുന്നത് കുറച്ച് പടികളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൽക്കാലത്തെ സംവിധാനങ്ങളാണ്. അതിൽ തണുപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മടക്കം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചുള്ള മടക്കാണ്. മടക്കം ശരിക്കും ഒരു ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പക്ഷികളുള്ള ഒരു സ്ഥലമാണ് പറമ്പിക്കുളത്തിൽ. കുറേ പക്ഷികളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. അവരുടെ ഒരു ആവാസ വ്യവസ്ഥയാണത്. അപ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അവരിങ്ങനെ ഈ ലൈറ്റും കൂടി കാണുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കും. സാധാരണ നമ്മൾ കണ്ടത് ലൈറ്റ് കണ്ട പക്ഷികൾ പറന്നു പോകണതല്ലേ, ഒഴിഞ്ഞു പോകണതല്ലേ. ഇത് നേരെ തിരിച്ചാണ് കണ്ടത്. ഇതിൻ്റെ മുന്നിൽ കൂടി ഇതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയാണ് ഹോൺ ബേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 1-2 പക്ഷികളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ ഈ തിരിച്ചു വരുമ്പോഴേക്കും വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ട്. അതിനപ്പുറത്ത് പിന്നെ സൈഡിലേക്ക് കാണാനുള്ള വേറെ 1-2 ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. പിന്നെ നമ്മുടെ ഡ്രൈവറും ഗൈഡും എല്ലാത്തൊരു സഹായം ഉണ്ട് പറഞ്ഞല്ലേ, എല്ലായിടത്തും നല്ല ഷാർപ്പായിട്ടുള്ളൊരു ടോർച്ചുണ്ട്. അപ്പോൾ ഈ മടക്കം വളരെ പതുക്കെ ഇങ്ങനെ വരുന്നു. അവർ ഈ 3 പേരും കാട് അരിച്ച് പെറുക്കിയിട്ടാണ് പോരുന്നത്. എല്ലാവരോടും പറഞ്ഞു ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, നോക്കണം, മൃഗങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. എത്ര ദൂരം വെച്ചെങ്കിലും ഇവർ ആന നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ പിന്നെ വണ്ടി സൈഡാക്കി നിർത്തി ഈ ടോർച്ച് ലൈറ്റിൽ അങ്ങനെ നിൽക്കും. കുറേ നേരം ആനങ്കാതെ നിൽക്കും. ചിലപ്പോൾ അങ്ങനെ ആന അങ്ങനെ പോകും. ആ കൂട്ടത്തിൽ നമ്മൾ മാൻകൂട്ടങ്ങളെ ആനകളെയൊക്കെ കണ്ടു. കടുവയെ കണ്ടോ എന്ന് ചോദിച്ചല്ലോ. ഈ പിന്നെ മറ്റു മൃഗങ്ങളെ ഇങ്ങനെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പതുക്കെ തിരിച്ചു പോക്ക് വളരെ പതുക്കെയാണ് ഇവർ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2-3 ലൈറ്റും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ അരിച്ച് പെറുക്കിയിട്ട് പോകുന്നത്. ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഡ്രൈവർ ഇങ്ങനെ സ്ലോ ആക്കി കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് കൊണ്ടുവരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പതുക്കെ ഇങ്ങനെ അരിപ്പിച്ച് ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കറുത്ത രൂപം റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു മിന്നൽ പോലെ എട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി. പിന്നെ മുന്നിലിരുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് കണ്ടു, വേറെ ആൾക്കാർ കൃത്യം എന്താ മനസ്സിലായില്ല. അപ്പോഴേക്കും ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വലത് ഭാഗത്ത് കുറച്ച് ഉയർന്നൊരു തിട്ടാണ്. അവിടേക്ക് ഇയാൾ ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് നിന്നു. സംഗതി എന്താ വെച്ചാൽ കരടിയാണ്, കടുവയല്ല. ഒരു കരടി ക്രോസ് ചെയ്തതാണ്. അപ്പോൾ കരടിയെ കണ്ടു, ആനയെ കണ്ടു, അതുപോലെ പക്ഷികൾ ഇഷ്ടംപോലെ കണ്ടു, മാനിനെ കണ്ടു. അപ്പോൾ ഒരുവിധം രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. പിന്നെ ഇറങ്ങി വരുമ്പോൾ ആനകൾ നമ്മൾ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നു. പിന്നെ ആനയെ കണ്ട ഒരു കൗതുകം നഷ്ടപ്പെട്ടില്ലായിരിക്കും. ഇഷ്ടംപോലെ ആനകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു ചെല്ലുന്നു. പിന്നെ ഒന്ന് ഫ്രഷ് ആകുന്നു. ഭക്ഷണം റെഡിയാണ്. ഏകദേശം അപ്പോൾ സമയം രാത്രി 8 മണിക്ക് കഴിഞ്ഞു. 8 മണിയായിട്ടുണ്ടാവും. അങ്ങനെ ഈ കടുവ ശരിക്കും ടൈഗർ പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നല്ല പറയില്ലേ. അപ്പോൾ അവിടെ ടൈഗറിൻ്റെ സാന്നിധ്യം അത്ര നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അറിയില്ല ഏതൊക്കെ ഏരിയകളിലാണെന്നുള്ളത് അറിയില്ല. പിന്നെ കുറച്ചൊരു ഭീകരജീവിയായതുകൊണ്ട്. അതെ. അങ്ങനെ 8 മണിക്ക് തിരിച്ച് പിന്നെ ടെൻറ്റിൽ നമ്മൾ തിരിച്ചെത്തുകയാണ്. പിന്നെ ബാക്കി പിന്നെ എന്താണ്, പിന്നെ പിറ്റേന്ന് മടക്കാണോ അതോ അന്ന് തന്നെ? പിന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്നു. രാവിലെ അവർ ഒരു നേരം പുലരുന്നൊരു സമയത്ത് ട്രക്കിംഗ് ഉണ്ട്, താല്പര്യമുള്ള ആൾക്കാർക്ക് റെഡിയാകാമെന്ന് പറഞ്ഞു. അതെങ്ങോട്ടാ? അത് പിന്നെ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് ടെൻറ്റുകൾ ഉള്ള സ്ഥലമുണ്ടല്ലോ, അതിനകത്ത് തന്നെ അവരൊരു പ്രത്യേക ഒരു ലൈനുണ്ട്. അവർ പിന്നെ അവരുടെ ഗൈഡ് പുതിയ ഒരാൾ കൂടെ വന്നു. അവരങ്ങനെ നമ്മൾ മുന്നിൽ നടക്കും. അങ്ങനെ പോയി മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി ഇടയ്ക്ക് ചാലുകൾ, മരച്ചാലുകളൊക്കെ ഉണ്ട്, അതങ്ങനെ ക്രോസ് ചെയ്ത് വലിയ മരങ്ങൾ, കുറ്റിക്കാടുകൾ അങ്ങനെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഒരു റാ ഷേപ്പിലുണ്ട് വരുന്നതാണ്. ആ റാ ഷേപ്പ് തിരിച്ചു വരുന്ന നമ്മളെ ക്വാർട്ടേഴ്സ് തന്നെയാണ്. കാട്ടിൽ കൂടി കുറേ നടന്നു. ക്ഷീണിച്ചപ്പോൾ കുറേ പാറകൾ, ഒരു പാറുണ്ട്, അവിടെ കുറേ വിശ്രമിച്ചു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സായിപ്പും മദാമി ഉണ്ടായിരുന്നു. അവർ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു. കാടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളും കുറേ ഒക്കെ ചോദിച്ചു. ഒരു മരങ്ങളുടെ പ്രത്യേകതകൾ, അതിൻ്റെ പൂവുകൾ, കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ട്രക്കിംഗ് ആണത്. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നേരെ തിരിച്ചു മടക്കാം. അത് കഴിയുന്നു. നമ്മൾ പിന്നെ റൂമിലെത്തുന്നു, ഫ്രഷ് ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് പിന്നെ രാവിലെ അവിടുന്ന് പിന്നെ പാക്കേജ് കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ പക്ഷേ ആ യാത്ര അവിടെ കഴിയുമ്പോഴും ബാക്കിയാവുന്നത് എന്തോ അവിടെ ഒന്നുണ്ട്. ആ ബാക്കിയാവുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ ആദ്യം ഒന്ന് പോയത് 10-30 കൊല്ലം മുമ്പാണ്. പിന്നെ ഒന്ന് മുതിർന്ന് ഭാര്യയും മക്കളൊക്കെ ആകുമ്പോഴാണ് രണ്ടാമത്തെ പോക്ക് വന്നത്. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ ബാംബു ഡ്രാഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അവർ പറഞ്ഞൊരു
വീട്ടിക്കാട്ട് ഐലൻഡ് ഉണ്ട്. അവിടെ ഒന്ന് അവരുടെ ഒരു വിവരണം കേട്ടപ്പോഴേ നമുക്കത് പോകാൻ തോന്നി. അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ സൈറ്റിൽ കയറി അവിടെ ബുക്കിംഗ് ഉണ്ടോ നോക്കിയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് വേക്കൻറ്റ്. അപ്പോൾ ഈ വീട്ടിക്കാട് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ പറമ്പിക്കുളം ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പേരും കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇവർ പറഞ്ഞപ്പോഴാണ് ഒരു കൗതുകം തോന്നിയത്. വീട്ടിക്കാട്ട് ഐലൻഡിലേക്കുള്ള യാത്ര ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ ഒരു ചങ്ങാടത്തിൽ വനം വകുപ്പിൻ്റെ ഒരു 3-4 ആൾക്കാർ, 5 പേര് അവർ വരുന്നതുകൊണ്ട് 5 പേര് അവരുടെ കൂടെ വരും. അവർ ചങ്ങാടത്തിൽ വരും, നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഈ വീട്ടിക്കാട്ട് ഐലൻഡിൽ കറണ്ടില്ല. ഇല്ല. പിന്നെ ഒരു മനുഷ്യനും ഇല്ല അവിടെ, മനുഷ്യവാസമല്ല. ഒരുപാട് വിശാലമായ ദ്വീപല്ല, ദ്വീപാണ്. ചുറ്റും പിന്നെ എന്താണ് വെള്ളമാണ്, തടാകമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോയാൽ അത് വെച്ചിട്ട് തിന്ന് കഴിക്കണം. പിന്നെ രാത്രി എന്തായാലും പിന്നെ കാട്ടുജീവികൾ, ആനകൾ സുലഭമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഉണ്ടാവും. അപ്പോൾ മൊബൈൽ റേഞ്ച് ഒന്നുമില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. രാത്രി നിലാവൊക്കെയുള്ള രാത്രിയാണെങ്കിൽ പിന്നെ ഒരു സ്വപ്ന സമാനമായ ഒരു രാത്രിയായിരിക്കും. അവർ പുറത്ത് ഒക്കെ കാണാം. അതേപോലെ രാവിലെ അവർ പിന്നെ നമ്മളെ വിളിച്ചുകൊണ്ടിട്ട് ട്രക്കിങ്ങിന് അവർ കുറച്ച് സ്ഥലമുള്ളൂ എങ്കിൽ പോലും അതൊക്കെ കാണും. അപ്പോൾ അവരെന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രി പിന്നെ തിരക്കും ബഹളമൊക്കെ കേൾക്കാം, തണുപ്പും കുളിരും ഒക്കെ ആയിട്ടിങ്ങനെ. പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്ത് തരും നമുക്ക്. പിന്നെ രാവിലെ എണീറ്റ് പോയാൽ നമുക്ക് അറിയാം പിന്നെ രാത്രി ഇങ്ങുള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണെന്ന്. അതായത് ഈ ആനയും പുലിയൊക്കെ വന്നിട്ടുണ്ടാകും അവിടെയെന്ന്. പക്ഷേ ഒരു സേഫ്റ്റി മെഷേഴ്സൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നേരം വെളുത്താൽ ഒരു ട്രക്കിങ് കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിച്ച് സുരക്ഷിതമായി താഴത്ത് കൊണ്ടുവന്നാക്കും. അവരും പോരും. അത് സ്പെഷ്യൽ വേറെ തന്നെ പാക്കേജാണ്. ഏകദേശം റേറ്റ് എങ്ങനെ? ഈ റേറ്റ് ഒരുപാട് കൂടുതലൊന്നുമില്ല. ഒരു 10,000 താഴേക്ക് 2 പേർക്ക് വരുന്നത്. ഓൺലൈനിൽ അങ്ങനെയാണ് നോക്കിയിട്ട് കണ്ടത്. അതിൽ പിന്നെ അത് ബാക്കിയുള്ള നമ്മുടെ ടെൻ്റാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ ഈ വീട്ടിക്കാട്ട് ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണോ അല്ലെന്ന് അറിയത്തില്ല. ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. മറ്റേ നമ്മൾ ID കാർഡും കാര്യങ്ങളും 2 ഫോൺ നമ്പറും കൊടുത്താൽ കിട്ടും. ഇതവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് ഫില്ല് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അവിടെ വേക്കൻ്റ് അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റാഫിനോട് ചോദിച്ചു എന്തെങ്കിലും വല്ല മാർഗം ഉണ്ടോ കിട്ടാൻ. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ 1-2 മാസം ഫുൾ ബുക്ക്ഡാണെന്നാണ്. ശരി. അപ്പോൾ അത്രയും മുമ്പേ ചെയ്തിരിക്കണം. ചെയ്തിരിക്കണം. പിന്നെ പറമ്പിക്കുളം പോകാൻ പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് ശരിക്കും? പിന്നെ ഒരു ഏപ്രിലിന് മുമ്പായിട്ടുള്ള, ഞങ്ങൾ പോയത് ഏപ്രിലിലെ വെക്കേഷനിലാണ്. അപ്പോൾ ശരിക്കും കുറച്ചൊരു ചൂടും പകലൊക്കെ കുറച്ച് ചൂടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും തണുപ്പും വരുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിലൊരു പിന്നെ ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആണ് പൊതുവെ കാർഡിൻ്റെയൊക്കെ ഒരു. കാരണം പുറത്ത് ചൂടുള്ള സമയത്ത് അവിടെ ഒരു തണുപ്പും ഒക്കെ ആകുമ്പോഴുള്ളൊരു. എനിക്ക് തോന്നുന്നു ഈ പറമ്പിക്കുളത്ത് വിദ്യാർത്ഥികൾക്കുള്ള എന്തോ പാക്കേജുകളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള പാക്കേജുകളുണ്ട്. അതേപോലെ ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ സൈക്കിള് വാടകയ്ക്കുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അകത്തുകൂടി കറങ്ങാൻ സൈക്കിൾ എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ സ്റ്റേ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പിന്നെ പോയിട്ട് അവരുടെ ഈ ട്രക്കിംഗ് ഉണ്ടല്ലോ, ട്രക്കിംഗ് മീൻസ് അവരുടെ വാഹനത്തിലുള്ള സഞ്ചാരം, അത് ബുക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നു 1,000 റുപ്പീസിൻ്റെ താഴെ എന്തോ ആണ്. അപ്പോൾ അത് മാത്രമായിട്ട് അങ്ങനെ പോകാനുള്ള സ്കീമുണ്ട്. അവിടെ സ്റ്റേ ഇല്ലാത്ത സ്കീമുകളുണ്ട്. ഓക്കെ. ഏതായിരുന്നാലും നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥിതി, കാട്, മനുഷ്യൻ, മൃഗങ്ങൾ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുമ്പോഴും ഈ ഒരു കുഞ്ഞു ഭൂമിയിലാണ് ഇതൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ദൃശ്യത്തിലൂടെ നമ്മളിത് കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴൊക്കെ അറിയേണ്ടത് ഇതിനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കലാകാരൻ, പ്രപഞ്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കുന്നിടത്താണ് നമുക്ക് ദൃശ്യങ്ങൾ കേൾക്കുമ്പോഴും അതുപോലെ നമ്മൾ അങ്ങനെ ഒരു ദൃശ്യത്തിലേക്ക് എത്തുമ്പോഴൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ടത് അത്തരമൊരു ചിന്തകൾ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് കൂടി ചേർത്ത് പറയുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അപ്പോൾ ദൃശ്യം ഇവിടെ അവസാനിക്കുകയാണ്. പറമ്പിക്കുളം ആ യാത്ര
കേട്ട് നമ്മൾ അനുഭവിക്കുന്നതിനപ്പുറത്തേക്ക് കണ്ടാസ്വദിക്കാനുള്ള മനോഹരമായൊരനുഭവത്തെ കേവലം കേൾവിയിലേക്ക് നമ്മൾ ഒതുക്കുമ്പോൾ അതിൻ്റെ പരിമിതികൾ ഏതായാലും അതിനുണ്ടാവും. ഒരു കാഴ്ചയുടെ പൂർണ്ണത നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും പക്ഷേ അതിൻ്റെ ഒരു മാക്സിമം ആ ഒരു കാഴ്ചയെ വർണ്ണിക്കാനും അതിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാനും ഈ ഒരു എപ്പിസോഡുകളിലൂടെ ഉള്ള സംസാരങ്ങളിലൂടെ അത് സാധിച്ചിട്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. പുതിയ വിശേഷങ്ങളും യാത്രാ അനുഭവങ്ങളൊക്കെ ആയിട്ട് പുതിയ എപ്പിസോഡിൽ നമുക്ക് അപ്പോൾ വീണ്ടും കാണാം. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. മറ്റൊരു ദൃശ്യത്തിലേക്ക് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.